കാസർഗോഡ് പടന്നയിൽ UDF-ൽ പ്രശ്നം തീരുന്നില്ല. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം. രണ്ടാം വാർഡായ പടന്ന കാലിക്കടവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ നീലിമയ്ക്ക് മാത്രം വോട്ട് രേഖപ്പെടുത്താനും മൂന്നാം വാർഡിൽ പൂർണ്ണമായും വോട്ട് ബഹിഷ്കരിക്കാനുമാണ് തീരുമാനം. കോൺഗ്രസിന് വിട്ടു നൽകാൻ ധാരണയായ വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തിയതാണ് UDF-ലെ പ്രശ്നങ്ങൾക്ക് കാരണം. ഷഫീഖ് നസ്രുല്ല ചേരുന്നു. ഷഫീഖ്, എന്താണ് കാസർകോട്ടെ UDF-ൽ പ്രശ്നം? സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചില്ലേ? പടന്ന പഞ്ചായത്തിൽ ഇപ്പോഴും UDF-നകത്തുള്ള പ്രശ്നം പരിഹരിക്കാൻ നേതാക്കൾ ഇടപെട്ടതിനു ശേഷവും സാധിച്ചിട്ടില്ല. ഈ പടന്ന വില്ലേജിൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലയിൽ കോൺഗ്രസിന് കൂടി സീറ്റ് അനുവദിക്കണം എന്നതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. കോൺഗ്രസിന് വിട്ടു നൽകാം എന്ന തീരുമാനിച്ചിരുന്ന വാർഡിൽ അടക്കം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി നേതാക്കളടക്കമുള്ള ആളുകൾ പ്രാദേശിക നേതാക്കളുമായി സംസാരിച്ചു. എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ നേതാക്കൾക്ക് സാധിച്ചില്ല. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രചാര രംഗത്ത് ഒരുപാട് മുന്നേറിയത് കൊണ്ട് ഇനി ആ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന നിലപാടാണ് ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വം എടുത്തത്. ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ വാർഡിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയുണ്ട്. ഇവിടെയാണ് കോൺഗ്രസ് 2 വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടുത്തത്. 2-3 വാർഡുകളിലാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനമുണ്ടായത്. രണ്ടാം വാർഡായ പടന്ന കാലിക്കടവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ നീലിമക്ക് മാത്രം വോട്ട് ചെയ്യാനും മറ്റു വോട്ടുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുമാണ് ഇപ്പോൾ തീരുമാനം. അതോടൊപ്പം മൂന്നാം വാർഡിൽ പൂർണ്ണമായും വോട്ട് ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പടന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചിരുന്നു. ഈ രാജിവെച്ച മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആണ് കഴിഞ്ഞ ദിവസം ഈ വാർഡ് കമ്മിറ്റി യോഗം ചേർന്ന് ലീഗിനെതിരെ ശക്തമായ നിലപാടെടുത്തത്. 2-3 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനമാണ്. പ്രത്യേകിച്ചും DCCയുടെ നേതാക്കളും അനുകൂലമായ ഒരു പ്രവർത്തനം ഉണ്ടായില്ല എന്നും ഈ പടന്നയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ അകത്തുള്ള നേതാക്കൾ ഈ വിഷയം പരിഹരിക്കുന്നതിന് ക്രിയാത്മകമായി ഇടപെടാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോഴും അവർക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. പടന്നയിലെ പ്രാദേശിക ലീഗ് നേതൃത്വത്തിന്റെ വാശിയാണ് ഈ പ്രശ്നം ഇത്രയധികം രൂക്ഷമാക്കിയത് എന്ന നിലപാടാണ് അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ആ പ്രശ്നം തുടരുകയാണ്. ആ തുടരുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 2-3 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനം വാർഡ് കമ്മിറ്റി യോഗം ചേർന്ന് എടുത്തിരിക്കുന്നത്. ഈ 2 വാർഡുകളിലും തങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനില്ല എന്നും പടന്ന വില്ലേജിലുള്ള മുഴുവൻ പ്രദേശങ്ങളിലും വ്യത്യസ്തമായ സ്വഭാവത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നത്. UDF-നകത്താണെങ്കിൽ പോലും കോൺഗ്രസിന്റേതായ രൂപത്തിലുള്ള പ്രചാരണവും ലീഗ് എന്ന രൂപത്തിലുള്ള പ്രചാരണവുമാണ് നടക്കുന്നത്. ഒരു മുന്നണി എന്ന സംവിധാനത്തിന് വലിയ വിള്ളലാണ് ഈ പടന്ന ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത്. ശരി ഷഫീഖ്, തുടരാമോ? കാസർഗോഡ് BLOയെ മർദ്ദിച്ച സംഭവം ഉണ്ടായിരുന്നു. CPI ലോക്കൽ സെക്രട്ടറിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. CPM പാണ്ടി ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ A. സുരേന്ദ്രനെയാണ് റിമാൻഡ് ചെയ്തത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. ഷഫീഖ്, കേൾക്കാമോ? ദേലമ്പാടി പഞ്ചായത്തിലാണ് ഈ ബൂത്ത് ലെവൽ ഓഫീസറെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ദേലമ്പാടി പഞ്ചായത്ത് 8-ാം വാർഡിലാണ് ഈ BLO അജിത്തിനെ മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന ക്യാമ്പിനിടെ ഒരു വോട്ടർക്ക് പരിശോധനാ ഫോം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. അവിടെ മതിലിനോട് ചേർത്ത് വെച്ച് BLOയെ മർദ്ദിച്ചു, BLOയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു എന്നതടക്കമുള്ള പരാതി ആണ് ഈ അജിത്ത് നൽകിയിരുന്നത്. അജിത്ത് ആ പരാതി ജില്ലാ കളക്ടർക്ക് നൽകിയിരുന്നു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരുന്നത്. കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ആണ് ഇപ്പോൾ റിമാൻഡിലുള്ളത്. CPM പാണ്ടി ലോക്കൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അംഗം കൂടിയാണ് A. സുരേന്ദ്രനാണ് ഇങ്ങനെ ഇടപെട്ട് ഒരു വോട്ടർക്ക് ഈ ഫോം നൽകിയതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കമുണ്ടായത്. ആ തർക്കത്തെ തുടർന്നാണ് ഒടുവിൽ മർദ്ദനത്തിലേക്ക് വിഷയം എത്തിയത്. ഈ അജിത്ത് BLO ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പരാതിയെ തുടർന്നാണ് പോലീസിൽ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിലാവുകയും ചെയ്തത്. ശരി ഷഫീഖ്.